أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وتقبل آمين يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ നമ്മൾ സൂറത്തുൽ നിസായിലാണ് നിൽക്കുന്നത്. സൂറത്തുൽ നിസാ 102-ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അൽഹംദുലില്ലാ. അതിനു മുമ്പായിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് ഈ ദിവസം പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ 176-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. 102 മുതൽ 176-ാമത്തെ ആയത്ത് വരെ. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ഭാഗം എടുക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതും കൂടി കൂട്ടിയിട്ട് 176 ആയത്ത് വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. പ്രധാനപ്പെട്ട പോയിന്റുകൾ: നമസ്കാരത്തിൽ യാതൊരു ഇളവ് കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ തൃപ്തിയും പൊരുത്തവും നേടിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളത്. നീതി എന്ന് പറയുന്നത് വിധിന്യായത്തിന്റെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി നിശ്ചയിക്കുന്ന ദിവസം നീതി എല്ലാവർക്കും ഒരുപോലെ നടപ്പിലാക്കി തരും. അതുപോലെ തന്നെ രഹസ്യ സംവാദങ്ങളൊക്കെ നടത്തിയാല് അത് നന്മ ചെയ്യുന്നതിനും ദാനം ചെയ്യുന്നതിനും സമാധാനത്തോടെ ജീവിക്കുന്നതിനും മാത്രമേ രഹസ്യ സംഭാഷണങ്ങൾ നടത്താൻ പാടുള്ളൂ. ഒരാളെ ഉപദ്രവിക്കാനോ ഒരാളെ നശിപ്പിക്കാനൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. ഷിർക്ക് എത്രത്തോളം വലുതാണ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ സ്വർഗം നീതി പാലിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ശൈത്താന്റെ വഞ്ചനയില് നിങ്ങൾ പെട്ടുപോകരുത്, വാഗ്ദാനത്തിൽ പെട്ടുപോകരുത്. രക്ഷ എന്ന് പറയുന്നത് പിന്നെ അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ്. സ്ത്രീകൾക്ക് എല്ലാവിധ അവകാശങ്ങളും കുടുംബത്തിൽ നീതിയും കൊടുക്കണം, അവർക്ക് മാന്യത കൊടുക്കണം. അവരെ വിവാഹ ജീവിതത്തിൽ സന്തുലിതമായ സമീപനമാണ് നിങ്ങൾ നടത്തേണ്ടത്. വേർപിരിയേണ്ടി വന്നാൽ നിങ്ങൾ നീതിയോട് കൂടിയിട്ട് വേർപിരിയണം. സമ്പൂർണമായ സമർപ്പണമാണ് അള്ളാഹുവിന് വേണ്ടത്. കപടവിശ്വാസികൾക്ക് അവരെ പിന്നെ നരകത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലാണുള്ളത്. അവരുടെ ഇരട്ട മുഖമാണ് അതുകൊണ്ട് അവർ നശിക്കുകയാണ് ചെയ്യുന്നത്. സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അത് തൗബയും ഇഖ്ലാസും അള്ളാഹുവിലുള്ള വിശ്വാസവും രക്ഷയും കൊണ്ടാണ് സ്വർഗം ലഭിക്കുന്നത്. നന്ദിയുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ശപിക്കുകയില്ല. വാക്കുകളിൽ നന്ദി വേണം, പ്രവൃത്തിയിലും നന്ദി വേണം. എല്ലാ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. കിതാബുകാരുടെ വഴിതെറ്റലിൽ പെട്ടുപോകരുത്. അതായത് അവര് ഒരുപാട് ആവശ്യങ്ങളും അവർക്ക് അഹങ്കാരമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ നശിച്ചു പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വഹി അത് എല്ലാവർക്കും നൽകിയത് തന്നെയാണ്. എല്ലാ കഴിഞ്ഞ നബിമാർക്കും നൽകിയതാണ്. കുഫ്റിലും വഴിതെറ്റലിലും സത്യം തടയപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നേരായ വഴി അവർക്ക് നേരായ വഴി തെറ്റിപ്പോകുന്നു. അതുപോലെ തന്നെ ശാശ്വതമായ ശിക്ഷയും അവർക്ക് ലഭിക്കും. മനുഷ്യർക്കുള്ള അന്തിമമായ സന്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് ഏറ്റവും അന്തിമമായിട്ട് വന്നിട്ടുള്ളത്. ഇനിയൊരു നബി നമ്മളിലേക്ക് വരാനില്ല. ഖുർആനാണ് അന്ത്യമായിട്ട് വന്നിട്ടുള്ള കിതാബ്. അതിലും വേറൊരു വഴി ഇല്ല. അള്ളാഹുൽ ആശ്രയിക്കുന്നവർക്ക് പരിപൂർണമായ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും. അതുപോലെ തന്നെ കലാല എന്ന് പറയുന്ന ഒരു നിയമം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അത് നീതിയാണ്. അതായത് സന്തതികൾ ഇല്ലാത്തവർക്ക് എന്താണെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പിന്നെ അനുസരണവും നീതിയും സമാധാനവും നൽകുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് നൽകിയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ. പ്രധാനപ്പെട്ട പോയിന്റ്സ്: ദീന് സൗകര്യമാണ്, എളുപ്പമാണ്, നീതി നൽകുന്നതാണ് ദീന്. അതുപോലെ തന്നെ ഷിർക്ക് എന്ന് പറയുന്നത് കപടതയാണ്. അതുപോലെ തന്നെ ഷിർക്കും കപടതയും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതിന്റെ അപകടങ്ങള്. പിന്നെ ഈ ശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഈമാനും സൽക്കർമ്മങ്ങളും മാത്രമാണ്. പിന്നെ ഖുർആൻ എന്ന് പറയുന്നത് അന്തിമമായ മാർഗനിർദ്ദേശം നൽകുന്നതാണ്. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅൻ റിസ്ഖൻ തയ്യിബൻ വതഖബ്ബൽ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, ഈ ഒരു
മജ്ലിസിനെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കും. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും പൂർത്തീകരിച്ച് തരണമേ. അമീൻ. ഞങ്ങളുടെ നെയ്യത്തുകൾ പൂർത്തീകരിച്ച് തരണമേ. ഞങ്ങളെ ഹൃത്തും പരലോകത്തും വിജയം വെച്ച് നിന്റെ അടിമകളാക്കി തരണമേ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ ദുആകളും അള്ളാഹു ഏറ്റവും ഉത്തമമായ രീതിയിൽ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണമേ. അമീൻ യാ റബ്ബൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. സൂറത്ത് നിസാ 102-ാമത്തെ ആയത്ത് മുതൽ നബിയെ നീ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയും അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കുകയുമാണെങ്കിൽ അവരിൽ ഒരു വിഭാഗം നിന്റെ കൂടെ നിൽക്കട്ടെ, അവരുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പിന്നിലേക്ക് മാറി നിൽക്കുകയും നമസ്കരിച്ചിട്ടില്ലാത്ത മറ്റു വിഭാഗം വന്ന് നിന്റെ കൂടെ നമസ്കരിക്കുകയും ചെയ്യട്ടെ. അവർ ജാഗ്രത കൈക്കൊള്ളുകയും തങ്ങളുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ആയുധങ്ങളെ പറ്റിയും നിങ്ങളുടെ സാധനങ്ങളെ പറ്റിയും നിങ്ങൾ അശ്രദ്ധരായെങ്കിൽ നിങ്ങളുടെ നേരെ തിരിഞ്ഞ് ഒരൊറ്റ അടി ആഞ്ഞടി നടത്താമായിരുന്നു എന്നാണ് സത്യനിഷേധികൾ മോഹിക്കുകയാണ്. എന്നാൽ മഴ കാരണം നിങ്ങൾക്ക് ശല്യമുണ്ടാവുകയോ നിങ്ങൾ രോഗബാധിതരാകുകയോ ചെയ്താൽ നിങ്ങൾ ആയുധങ്ങൾ താഴെ വെക്കുന്നതിൽ തെറ്റുകുറ്റമില്ല. എന്നാൽ നിങ്ങൾ ജാഗ്രത പുലർത്തുക തന്നെ വേണം. തീർച്ചയായും അള്ളാഹു സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹു ഓർക്കുക. സമാധാനാവസ്ഥയിലായാൽ നിങ്ങൾ നമസ്കാരം ഉറപ്രകാരം തന്നെ നിർവഹിക്കുക. തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണ്ണയിക്കപ്പെട്ട ഒരു നിർബന്ധിത ബാധ്യതയാകുന്നു. ശത്രുജനതയെ തേടിപ്പിടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്. നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേദന അനുഭവിക്കുന്നത് പോലെ തന്നെ അവർ വേദന അനുഭവിക്കുന്നുണ്ട്. നിങ്ങളാകട്ടെ അവർക്ക് പ്രതീക്ഷിക്കാനില്ലാത്ത അനുഗ്രഹം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അള്ളാഹു അറിവുള്ളവനും യുക്തിമാനുമാകുന്നു. യുദ്ധം എന്ന് പറയുന്നത് സംഭവിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും വിജയിക്കുക എന്നത് തന്നെയായിരിക്കും ആഗ്രഹം. എല്ലാവരുടെയും നെയ്യത്ത് അത് തന്നെയായിരിക്കും. എന്നാൽ സത്യവിശ്വാസികൾക്ക് ഒരു പടി കൂടി കൂടുതലുണ്ട്. എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം കൂടി കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് ശത്രുക്കളെക്കാളും ഉന്നതിയിലാണ് എന്നുള്ളതാണ്. നിനക്ക് അള്ളാഹു കാണിച്ചു തന്നതിനനുസരിച്ച് ജനങ്ങൾക്കിടയിൽ നീ വിധി കൽപ്പിക്കുവാൻ വേണ്ടിയാണ് സത്യപ്രകാരം നാം നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. നീ വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത്. അള്ളാഹുവോട് പാപമോചനം തേടുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ആത്മവഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ തർക്കിക്കരുത്. മഹാവഞ്ചകനും അധർമ്മകാരിയുമായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അവർ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നു, എന്നാൽ അള്ളാഹുൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ അവർക്ക് കഴിയില്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്ത വാക്കുകളിലൂടെ അവർ രാത്രി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ അവരുടെ കൂടെ തന്നെയുണ്ട്. അവർ പ്രവർത്തിക്കുന്നതെല്ലാം സമ്പൂർണ്ണമായി അറിയുന്നവനാകുന്നു അള്ളാഹു. ഹേ കൂട്ടരെ, ഐഹിക ജീവിതത്തിൽ നിങ്ങൾ അവർക്ക് വേണ്ടി തർക്കിച്ചു, എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്ക് വേണ്ടി അള്ളാഹുവോട് തർക്കിക്കാൻ ആരാണുള്ളത്? അല്ലെങ്കിൽ അവരുടെ കാര്യം ഏറ്റെടുക്കാൻ ആരാണുണ്ടായിരിക്കുക? ആരെങ്കിലും വല്ല തിന്മയും ചെയ്യുകയോ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്തിട്ട് അള്ളാഹുടെ പാപമോചനം തേടുന്ന പക്ഷം ഏറെ പൊറുക്കുന്നതിന് കരുണാനിധിയുമായ അള്ളാഹുവെ അവൻ കണ്ടെത്തുന്നതാണ്. വല്ലവനും പാപം സമ്പാദിച്ചു വെക്കുന്ന പക്ഷെ അവന്റെ തന്നെ ദോഷത്തിനായിട്ടാണ് അവൻ അത് സമ്പാദിച്ചു വെക്കുന്നത്. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. ആരെങ്കിലും വല്ല തെറ്റോ കുറ്റോ പ്രവർത്തിക്കുകയും എന്നിട്ട് അത് ഒരു നിരപരാധിയുടെ പേരിൽ ആരോപിക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അവൻ ഒരു കള്ളാരോപണവും പ്രത്യക്ഷമായ ഒരു പാപവും പേറുകയാണ് ചെയ്തിട്ടുള്ളത്. നിന്റെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ അവരിൽ ഒരു വിഭാഗം നിന്നെ പിഴപ്പിച്ച് കളയുവാൻ തുനിയുമായിരുന്നു. വാസ്തവത്തിൽ അവർ അവരെ തന്നെയാണ് പിഴപ്പിക്കുന്നത്. നിനക്ക് അവർ ഒരു ഉപദ്രവം വരുത്തുന്നതല്ല. അള്ളാഹു നിനക്ക് വേദവും ജ്ഞാനവും അവതരിപ്പിച്ചു തരികയും നിനക്ക് അറിവില്ലാതിരുന്നത് പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മേലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹം മഹത്തായതാകുന്നു. അവരുടെ രഹസ്യാലോചനകളിൽ മിക്കതിലും യാതൊരു നന്മയുമില്ല. വല്ല ദാനധർമ്മവും ചെയ്യുവാനോ സദാചാരം കൈക്കൊള്ളാനോ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനോ കൽപ്പിക്കുന്ന ആളുകളുടെ വാക്കുകൾ ഒഴികെ വല്ലവനും അള്ളാഹുവിന്റെ പൊരുത്തം തേടിക്കൊണ്ട് അപ്രകാരം ചെയ്യുന്ന പക്ഷം അവൻ നാം മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. തനിക്ക് സന്മാർഗം വ്യക്തമായതിനു ശേഷവും ആരെങ്കിലും ആ ദൈവദൂതനുമായി എതിർത്ത് നിൽക്കുകയും സത്യവിശ്വാസികളുടെ അല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം അവൻ തിരിഞ്ഞ വഴിക്ക് തന്നെ നാം അവനെ തിരിച്ചുവിടുന്നതും തരകത്തിലിട്ട് നാം അവരെ കരിക്കുന്നതുമാണ്. അതത്രേ മോശമായ പര്യവസാനം. തന്നോട് പങ്കു ചേർക്കുക എന്നത് അള്ളാഹു പൊറുക്കുകയില്ല. തീർച്ചയായും അത് ഒഴിച്ചുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. ആർ അള്ളാഹുവോട് പങ്കു ചേർക്കുന്നു അവൻ ബഹുദൂരം പിഴച്ചു പോയിരിക്കുന്നു. അള്ളാഹുവിന് പുറമേ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ചില പെൺ ദൈവങ്ങളെ മാത്രമാകുന്നു. വാസ്തവത്തിൽ ധിക്കാരിയായ പിശാചിനെ മാത്രമാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അവന് പിശാചിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവൻ അള്ളാഹുവോട് പറയുകയുണ്ടായി, നിന്റെ ദാസന്മാരിൽ നിന്ന് ഒരു നിശ്ചിത വിഭാഗം എന്റേതായി ഞാൻ ഉണ്ടാക്കി തീർക്കുന്നതാണ്. അവരെ ഞാൻ വഴിപിഴപ്പിക്കുകയും വ്യാമോഹിപ്പിക്കുകയും ചെയ്യും. ഞാൻ അവരോട് കൽപ്പിക്കുമ്പോൾ അവർ കാലികളുടെ കാതുകൾ കീറിമുറിക്കും. ഞാൻ അവരോട് കൽപ്പിക്കുമ്പോൾ അവർ അള്ളാഹുവിന്റെ സൃഷ്ടിപ്രകൃതിയെ അലങ്കോലപ്പെടുത്തും. വല്ലവനും അള്ളാഹുവിന് പുറമെ പിശാചിനെ രക്ഷാധികാരിയെ സ്വീകരിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ പ്രത്യക്ഷമായ നഷ്ടം പറ്റിയവനാകുന്നു. അവൻ പിശാച് അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുകയും അവരെ വ്യാമോഹിപ്പിക്കുകയും ചെയ്യുന്നു. പിശാച് അവർക്ക് നൽകുന്ന വാഗ്ദാനം വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല. അത്തരക്കാർക്കുള്ള സങ്കേതം നരകമാകുന്നു. അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ഒരിടവും അവർ കണ്ടെത്തുകയില്ല.
എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരെ നാം കീഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അവരതിൽ നിത്യവാസികളായിരിക്കും. അള്ളാഹുവിന്റെ സത്യമായ വാഗ്ദാനമാണത്. അള്ളാഹുവേക്കാൾ സത്യസന്ധമായി സംസാരിക്കുന്നവൻ ആരുണ്ട്? കാര്യം നിങ്ങളുടെ വ്യാമോഹങ്ങൾ അനുസരിച്ചല്ല, വേദക്കാരുടെ വ്യാമോഹങ്ങൾ അനുസരിച്ചുമല്ല. ആര് തിന്മ പ്രവർത്തിച്ചാലും അതിനുള്ള പ്രതിഫലം നൽകപ്പെടും. അള്ളാഹുവിന് പുറമെ തനിക്ക് ഒരു മിത്രത്തെയും സഹായിയെയും അവൻ കണ്ടെത്തുകയില്ല. ആണാകട്ടെ പെണ്ണാകട്ടെ, ആർ ആർ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നുവോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവരോട് ഒരു തരിമ്പും അനീതി കാണിക്കപ്പെടുന്നതല്ല. സദ്വൃത്തനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിമിന്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമ മതക്കാരൻ ആരുണ്ട്? അള്ളാഹു ഇബ്രാഹിമിനെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന്റേതാകുന്നു. അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും പൂർണ്ണമായ അറിവുള്ളവനാകുന്നു. സ്ത്രീകളുടെ കാര്യത്തിൽ അവർ നിന്നോട് വിധി തേടുന്നു. പറയുക, അവരുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വിധി നൽകുന്നു. സ്ത്രീകൾക്ക് നിശ്ചയിക്കപ്പെട്ട അവകാശം നിങ്ങൾ നൽകാതിരിക്കുകയും എന്നാൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ മോഹിക്കുകയും ചെയ്യുന്ന അനാഥ സ്ത്രീകളുടെ കാര്യത്തിലും ബലഹീനരായ കുട്ടികളുടെ കാര്യത്തിലും ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അനാഥകളോട് നിങ്ങൾ നീതിയോടെ വർത്തിക്കണം എന്ന കൽപ്പനയും ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യം അള്ളാഹു പൂർണ്ണമായി അറിയുന്നവനാകുന്നു. ഒരു സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്ന് പിണക്കമോ അവഗണനയോ ഭയപ്പെടുന്നുവെങ്കിൽ അവർ പരസ്പരം വല്ല ഒത്തുതീർപ്പും ഉണ്ടാക്കുന്നതിൽ അവർക്ക് കുറ്റമില്ല. ഒത്തുതീർപ്പിൽ എത്തുന്നതാണ് കൂടുതൽ നല്ലത്. പിശുക്ക് മനസ്സുകളിൽ നിന്ന് വിട്ടുമാറാത്തതാകുന്നു. നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുകയും സൂക്ഷ്മത പാലിക്കുകയുമാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അതിനാൽ നിങ്ങൾ ഒരാളിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞു നിന്നുകൊണ്ട് മറ്റവളെ കെട്ടിയിട്ടവളെ പോലെ വിട്ടേക്കരുത്. നിങ്ങൾ പെരുമാറ്റം നന്നാക്കി തീർക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇനി അവർ ഇരുവരും പിരിയുകയാണെങ്കിൽ അള്ളാഹു അവന്റെ വിശാലമായ കഴിവിൽ നിന്ന് അവർ ഓരോരുത്തർക്കും സ്വാശ്രയത്വം നൽകുന്നതാണ്. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും യുക്തിമാനുമാകുന്നു. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിന്റേതാകുന്നു. നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക എന്ന് നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരോട് നിങ്ങളോട് നാം വസിയത്ത് ചെയ്തിരിക്കുന്നു. നിങ്ങൾ അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹുവിന് ഒരു നഷ്ടവുമില്ല. കാരണം ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന്റേതാകുന്നു. അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാകുന്നു. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന്റേതാകുന്നു. കൈകാര്യകർത്താവായ അള്ളാഹു മതി. ജനങ്ങളെ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളെ അവൻ നീക്കം ചെയ്യുകയും മറ്റൊരു വിഭാഗത്തെ അവൻ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. അള്ളാഹു അതിന് കഴിവുള്ളവനത്രേ. വല്ലവനും ഇഹലോകത്തെ പ്രതിഫലമാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ അവൻ മനസ്സിലാക്കട്ടെ, അള്ളാഹുവിന്റെ പക്കൽ തന്നെയാണ് ഇഹലോകത്തെ പ്രതിഫലം. പരലോകത്തെ പ്രതിഫലം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷി വഹിക്കുന്നവരെന്ന നിലയിൽ കണിശമായി നീതി നടത്തുന്നവരായിരിക്കണം. അത് നിങ്ങൾ തന്നെയും നിങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ എന്നിവർക്കോ പ്രതികൂലമായി തീർന്നാലും ശരി. കക്ഷി ധനികനോ ദരിദ്രനോ ആകട്ടെ, ആ രണ്ട് വിഭാഗത്തോടും കൂടുതൽ ബന്ധപ്പെട്ടവൻ അള്ളാഹു ആകുന്നു. അതിനാൽ നിങ്ങൾ നീതി പാലിക്കാതെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. നിങ്ങൾ വളച്ചൊടിക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു. സത്യവിശ്വാസികളെ, അള്ളാഹുലും അവന്റെ ദൂതനും അവന്റെ ദൂതന് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും മുമ്പ് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കുവാൻ അള്ളാഹുലും അവന്റെ മലക്കുകളിലും അവന്റെ ഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും അന്ത്യദിനത്തിലും വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ ബഹുദൂരം പിഴച്ചു പോയിരിക്കുന്നു. ഒരിക്കൽ വിശ്വസിക്കുകയും പിന്നീട് അവിശ്വസിക്കുകയും വീണ്ടും വിശ്വസിച്ചിട്ട് പിന്നെയും അവിശ്വസിക്കുകയും അനന്തരം വിശ്വാസം കൂടിക്കൂടി വരികയും ചെയ്തവരാരോ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അവൻ നേർവഴിയിലേക്ക് നയിക്കുന്നതുമല്ല. കപടവിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന സന്തോഷവാർത്ത നീ അവരെ അറിയിക്കുക. സത്യവിശ്വാസികളെ വിട്ട് സത്യനിഷേധികളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്നവരാകുന്നു അവർ. അവരുടെ സത്യനിഷേധികളുടെ അടുക്കൽ പ്രതാപം തേടിപ്പോവുകയാണോ അവർ? എന്നാൽ തീർച്ചയായും പ്രതാപം മുഴുവൻ അള്ളാഹുവിന്റെ അധീനതയിലാകുന്നു. അള്ളാഹുവിന്റെ വചനങ്ങൾ നിഷേധിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും നിങ്ങൾ കേട്ടാൽ അത്തരക്കാർ മറ്റു വല്ല വർത്തമാനത്തിലേക്കും പ്രവേശിക്കുന്നവരെ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുതെന്നും അങ്ങനെ ഇരിക്കുന്ന പക്ഷം നിങ്ങളും അവരെ പോലെ തന്നെ ആയിരിക്കുമെന്ന് ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ. കപടവിശ്വാസികളെയും അവിശ്വാസികളെയും ഒന്നിച്ച് അള്ളാഹു നരകത്തിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. നിങ്ങളുടെ സ്ഥിതിഗതികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവരത്രേ അവർ കപടവിശ്വാസികൾ. നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നൊരു വിജയം കൈവന്നാൽ അവർ പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ എന്ന്. ഇനി അവിശ്വാസികൾക്കാണ് ഇതെല്ലാം നേട്ടവും ഉണ്ടാകുന്നെങ്കിൽ അവർ പറയും, നിങ്ങളുടെ മേൽ ഞങ്ങൾ വിജയസാധ്യത നേടിയിട്ടും വിശ്വാസികളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചില്ലേ എന്ന്. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുന്നതാണ്. വിശ്വാസികൾക്കെതിരിൽ അള്ളാഹു ഒരിക്കലും സത്യനിഷേധികൾക്ക് വഴി തുറന്നു കൊടുക്കുന്നതല്ല. തീർച്ചയായും കപടവിശ്വാസികൾ അള്ളാഹു വഞ്ചിക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. അവർ നമസ്കാരത്തിന് നിന്നാൽ ഉദാസീനരായിക്കൊണ്ടും അള്ളാഹുവെ കാണിക്കാൻ വേണ്ടിയുമാണ് നിൽക്കുന്നത്. കുറച്ച് മാത്രമേ അവർ അള്ളാഹു ഓർക്കുകയുള്ളൂ. ഈ കക്ഷികളിലേക്കോ ആ കക്ഷികളിലേക്കോ ചേരാതെ അവർക്കിടയിൽ ആടിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ. വല്ലവനെയും അള്ളാഹു വഴിപഴപ്പിച്ചാൽ അവന് പിന്നെ ഒരു മാർഗവും നീ കണ്ടെത്തുകയില്ല. സത്യവിശ്വാസികളെ,
നിങ്ങൾ സത്യവിശ്വാസികളെ അല്ലാതെ സത്യനിഷേധികളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അള്ളാഹുവിന് നിങ്ങൾക്കെതിരെ വ്യക്തമായ തെളിവുണ്ടാക്കി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായും കപടവിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാകുന്നു. അവർക്കൊരു സഹായിയും നീ കണ്ടെത്തുന്നതല്ല. എന്നാൽ പശ്ചാത്തപിച്ച് മടങ്ങുകയും നിലപാട് നന്നാക്കി തീർക്കുകയും അള്ളാഹുവെ മുറുകെ പിടിക്കുകയും തങ്ങളുടെ മതത്തെ നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി നോക്കുകയും ചെയ്തവർ ഇതിൽ നിന്ന് ഒഴിവാകുന്നു. അവർ സത്യവിശ്വാസികളോടൊപ്പമാകുന്നു. സത്യവിശ്വാസികൾക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. നിങ്ങൾ നന്ദി കാണിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹുവിന് എന്ത് കിട്ടാനാണ്? അള്ളാഹു കൃതജ്ഞനും സർവജ്ഞനുമാകുന്നു. ചീത്തവാക്ക് പരസ്യമാക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല, ദ്രോഹിക്കപ്പെട്ടവനെ ഒഴികെ. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. നിങ്ങൾ ഒരു നല്ല കാര്യം രഹസ്യമാക്കുകയോ പരസ്യമാക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അഥവാ ഒരു ദുഷ്ടവൃത്തി മാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, തീർച്ചയായും അള്ളാഹു ഏറെ മാപ്പ് നൽകുന്നതിന് സർവജ്ഞനുമാകുന്നു. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും തിന്മകൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കണം എന്നുള്ളതാണ്. കാരണം അത് സമൂഹത്തിൽ സ്പ്രെഡായി പോകാനും മറ്റുള്ളവരും അത് പിന്തുടരാനും തിന്മയിലേക്ക് ജനങ്ങൾക്ക് എളുപ്പം ആയിട്ട് തോന്നാനും അത് കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും തിന്മകൾ നമ്മൾ സമൂഹത്തില് പങ്കുവെക്കാൻ പാടില്ല. സാമൂഹികമായിട്ടുള്ള ആളുകൾക്കിടയിൽ നമ്മുടെ തിന്മകളോ അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടുന്ന അരാജകത്വങ്ങളോ ഒക്കെ നമ്മൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പം ആളുകൾക്ക് അതിനോടുള്ള ആ ഒരു തിന്മയോടുള്ള അവജ്ഞ, അതായത് മാനസികമായിട്ടുള്ള ഒരു പ്രയാസം, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവരിൽ നിന്ന് എടുത്തൊഴിവാക്കുകയും പിന്നീട് അവർക്ക് അത് എളുപ്പമായിട്ട് തോന്നുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബ്ലീസിന്റെ വഴിയായ ഏത് തിന്മകളാണെങ്കിലും അത് ഒരിക്കലും നമ്മൾ സാമൂഹികമായിട്ട് ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയോ ആളുകളോട് പറയുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ദ്രോഹിക്കപ്പെട്ടവനല്ലാതെ, അതായത് ദ്രോഹിക്കപ്പെട്ട് അവന് ആരാണോ അതിന്റെ ഒരു വിക്ടിമായിട്ടുള്ളത് അവൻക്ക് വേണമെങ്കിൽ പറയാമെന്നുള്ളതല്ലാതെ മറ്റൊരാളും അതിന് പങ്കുവെക്കുകയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയോ ചെയ്ത് അതിനെ എന്താക്കരുത്, പരസ്യപ്പെടുത്താൻ പാടുള്ളതല്ല. മുമ്പ് നമ്മളെ നാടുകളിലൊക്കെ കൊലപാതകം എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമായിരുന്നു ആളുകൾക്ക് കേൾക്കുന്നതൊക്കെ, അല്ലെ? കാരണം അത് അങ്ങനെ ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടാറുണ്ടായിരുന്നില്ല. അതിനെ ഒളിച്ചു വെക്കുന്ന രീതിയിലായിരുന്നു നിന്നിരുന്നത്. അതുപോലെ തന്നെ പിന്നെ സ്ത്രീകളോടുള്ള അരാജകത്വം, സ്ത്രീകളോട് കാണിക്കുന്ന അനീതി, ഇതൊക്കെ ഒളിച്ചു വെക്കാറായിരുന്നു പതിവ്. എന്നാൽ ഇന്ന് അതൊക്കെ പുറത്തു വന്നതോട് കൂടിയിട്ട് എന്തായി? ജനങ്ങൾക്കിടയിൽ അതില് യാതൊരു വിലയില്ലാതായി. ആർക്കും എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് അത് വഴിമാറുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ തിന്മകൾ ഒരിക്കലും നമ്മൾ പുറത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ട് നടത്താൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, നന്മകൾ പറയുക. ആ നന്മകളിലേക്ക് ആളുകൾ അപ്പൊ കൂടുതൽ കൂടുതൽ വ്യാപൃതരാകും. തിന്മകൾ പറയുന്നതോട് കൂടി തിന്മ ചെയ്യുന്നതിൽ ആളുകൾക്കുള്ള ലജ്ജയും ആളുകൾക്കുള്ള ആ ഒരു പ്രയാസവും അവരിൽ നിന്ന് നീക്കപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, 150-ാമത്തെ ആയത്ത്, അള്ളാഹുലും അവന്റെ ദൂതന്മാരിലും അവിശ്വസിക്കുകയും വിശ്വാസകാര്യത്തിൽ അള്ളാഹുവിനും അവന്റെ ദൂതന്മാർക്കും ഇടയിൽ വിവേചനം കൽപ്പിക്കാൻ ആഗ്രഹിക്കുകയും ഞങ്ങൾ ചിലരിൽ വിശ്വസിക്കുകയും ചിലരെ നിഷേധിക്കുകയും ചെയ്യുന്നതെന്ന് പറയുകയും അങ്ങനെ അതിനിടയിൽ വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാകുന്നു യഥാർത്ഥത്തിൽ സത്യനിഷേധികൾ. സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കപടവിശ്വാസികളും അതുപോലെ തന്നെ സത്യനിഷേധികളും രണ്ടും കൂട്ടരും സത്യനിഷേധികളെ നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. എന്നാൽ കപടവിശ്വാസികൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരായിരിക്കും. നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ നമ്മളെ കൂടെയാണെന്ന് തോന്നും, അവരോടൊപ്പം നിൽക്കുമ്പോൾ അവരുടെ കൂടെയാണെന്ന് നിൽക്കും. അവരാണ് കപടവിശ്വാസികൾ. ഇരുതലമുകളുള്ള ആളുകൾ, അതായത് രണ്ടു കൂട്ടർക്കും ഒരുപോലെ തൃപ്തിപ്പെട്ടവനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ. അവനെന്താണ്? അവന് നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സത്യനിഷേധികളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എന്നാല് പിന്നെ കപടവിശ്വാസികളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോട് കൂടിയിട്ട് വേണം നമ്മുടെ കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യാൻ എന്നുള്ളത് മനസ്സിലാക്കുക. അവൻ കപടവിശ്വാസിയാണോ സത്യനിഷേധികളെ അറിയാം, പക്ഷെ കപടവിശ്വാസിയാണോ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും കൊണ്ടുപോയി ഷെയർ ചെയ്യുന്നതിനെ എപ്പോഴും ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. 152-ാമത്തെ ആയത്ത് മുതൽ, അള്ളാഹുലും അവന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുകയും അവരിൽ ആർക്കിടയിലും വിവേചനം കാണിക്കാതിരിക്കുകയും ചെയ്തവരാരോ അവർ അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നതിനും കരുണാനിധിയുമാകുന്നു. വേദക്കാർ തങ്ങൾ നിന്നോട് ആവശ്യപ്പെടുന്നു, നീ അവർക്ക് ആകാശത്ത് നിന്നൊരു ഗ്രന്ഥം ഇറക്കി കൊടുക്കണമെന്ന്. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളത് അവർ മൂസയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അള്ളാഹുവെ ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരണമെന്ന് അവർ പറയുകയുണ്ടായി. അപ്പോൾ അവരോട് ആക്രമണം കാരണം ഇടുത്തി അവരെ പിടികൂടി. പിന്നെ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷം അവർ കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചു. എന്നിട്ട് നാം അത് പുറത്തു കൊടുത്തു. മൂസയ്ക്ക് നാം വ്യക്തമായ ന്യായപ്രമാണം നൽകുകയും ചെയ്തു. അള്ളാഹുവെ നേരിട്ട് കാണുക എന്നുള്ളത് സംഭവ്യമല്ല എന്നുള്ളതാണ്. കാരണം ഭൂമിക്ക് അത് താങ്ങാൻ കഴിയില്ല എന്നാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് മാത്രമാണ് നമ്മളൊക്കെ. നമുക്ക്
അള്ളാഹുൽ നിന്ന് കിട്ടിയ ഒരു നൂറ് മാത്രമാണ് നമ്മളൊക്കെ. ഒരു റൂഹ്, ഒരു ചെറിയൊരു അംശത്തിന്റെ അംശമാണ്. നമ്മൾ പഠിച്ചു അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പിന്നെ മുഴുവനായിട്ട് ഈ ഭൂമി ലോകങ്ങൾ മുഴുവനായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കുർസിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു മോതിരത്തിന്റെ ഇതിന്റെ ഉള്ളിലാണ് അത്രയുമേ ഉള്ളൂ ആകാശ ഭൂമികളും അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിപ്പുകളെല്ലാം അല്ലെ. കടല് പോലും ഒന്ന് ആലോചിച്ചാൽ മതി, അതിന്റെ ഒരു വലിപ്പം നമുക്കറിയില്ല. നമുക്ക് കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ വലിപ്പമുള്ള കടല് പോലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു മോതിരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചെറിയ സ്ഥലം മാത്രമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അള്ളാഹു സുബ്ഹാനഹു തആലയെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് കാണണം എന്ന് പറയുമ്പം അത് ശരിക്കും പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഭൂമി നിലനിൽക്കൂല. ഭൂമിക്ക് അത് താങ്ങാൻ കഴിയില്ല. ഒന്നിനും താങ്ങാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ശക്തി ഒന്നിനും താങ്ങാൻ കഴിയില്ല. അത്രയും പ്രപഞ്ചത്തിന്റെ മുഴുവനും ശക്തിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല. അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുക എന്നല്ലാതെ അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് അത് സംഭവിക്കാൻ കഴിയില്ല. സംഭവിച്ചു കഴിഞ്ഞാൽ ഭൂമിയോ ആകാശങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് തകർന്ന് നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരൂപത്തിൽ വരാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിലേക്ക് വരാത്തതും ഭൂമിയിലേക്ക് ഇറങ്ങാത്തതും. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു ഇത് ആകാശങ്ങൾക്ക് മുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ ദിവസവും രാവിലെ പിന്നെ തഹജ്ജുദിന്റെ സമയത്ത് അള്ളാഹു ആകാശങ്ങൾക്ക് മുകളിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലും ആ ഒരു സമയം എന്ന് പറയുന്നത് പോലും ആകാശഭൂമികളെല്ലാം നിശ്ചലമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അല്ലെ. അതൊന്ന് ആലോചിച്ചാൽ മതി. ആകാശഭൂമികൾ മുഴുവനും നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു പ്രകാശം അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്നുള്ള ആ ഒരു സമാധാനം ഇറങ്ങുന്നത്. അതും ഒന്നാം ആകാശത്ത് വന്നു നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ അത്രയുമേ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. കാരണം അള്ളാഹുവിന്റെ ശക്തിക്ക് നമ്മുടെ ഭൂമിയോ ആകാശങ്ങളോ ഒന്നും താങ്ങാൻ കഴിയില്ല. അപ്പൊ അത് അള്ളാഹുവിനെ കാണണമെന്ന്, പ്രത്യക്ഷമായി കാണണമെന്ന് മൂസയുടെ സമൂഹം ആവശ്യപ്പെട്ടപ്പം അള്ളാഹു സുബ്ഹാനഹു തആല അതില് അവരെ അപ്പൊ തന്നെ മരിച്ചു വീഴുകയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ വീണ്ടും അവരെ ജീവിപ്പിച്ചു. എന്നിട്ട് അവർക്ക് വീണ്ടും സമാധാനം നൽകി. പക്ഷെ അവര് വീണ്ടും വീണ്ടും തിന്മകളിലേക്ക് പോവുകയായിരുന്നു എന്നാണ്. കാളക്കുട്ടിയെ ആരാധിക്കുക, അങ്ങനെയുള്ള തിന്മകളിലേക്ക് അവര് മുഴുകുകയായിരുന്നു വീണ്ടും ചെയ്തത് എന്നാണ്. അതാണ് മൂസയുടെ സമൂഹത്തിന് പറ്റിയ തിന്മയുടെ വ്യാപ്തി അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് മനസ്സുകൊണ്ട് പോലും അങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്ക് വരാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചിട്ട്, അതിന്റെ ശക്തിയെ കുറിച്ചിട്ട്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ആകാശഭൂമികളെ കുറിച്ചിട്ട് നമുക്കൊന്നും അറിയില്ല. നമ്മളൊക്കെ എന്താണ്, വെറും ഒരു ചെറിയ അംശം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം അത് അവനവന്റെ എന്തൊക്കെയോ കുഴപ്പം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. നമ്മുടെ കുഴപ്പമാണ് നമുക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം. അത് നല്ലപോലെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടും അള്ളാഹുവിൽ നന്ദിയുള്ളവരായിക്കൊണ്ടും കൂടുതൽ കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകും എന്നുള്ളതാണ്. 154-ാമത്തെ ആയത്ത് മുതൽ അവരോട് കരാർ വാങ്ങുവാൻ വേണ്ടി നാം അവർക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അവരോട് കരാർ വാങ്ങുവാൻ വേണ്ടി നാം അവർക്ക് മീതെ പർവ്വതത്തെ ഉയർത്തുകയും ചെയ്തു. നിങ്ങൾ പട്ടണ കവാതിൽ കടക്കുന്നത് തലകുനിച്ചു കൊണ്ടാകണമെന്ന് നാം അവരോട് പറയുകയുണ്ടായി. നിങ്ങൾ ശബ്ബത്ത് നാളിൽ അതിക്രമം കാണിക്കരുത് എന്നും നാം അവരോട് പറഞ്ഞു. ഉറപ്പേറിയ ഒരു കരാർ നാം അവരോട് വാങ്ങുകയും ചെയ്തു. എന്നിട്ട് അവർ കരാർ ലംഘിച്ചതിനാലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചതിനാലും അന്യായമായി പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയതിനാലും തങ്ങളുടെ മനസ്സുകൾ അടഞ്ഞുകിടക്കുകയാണ് എന്ന് അവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. തന്നെയുമല്ല, അവരുടെ സത്യനിഷേധം കാരണമായി അള്ളാഹു അവരുടെ മനസ്സുകളുടെ മേൽ മുദ്ര കുത്തിയിരിക്കുക എന്നതാണ്. ആയതിനാൽ ചുരുക്കത്തിലല്ലാതെ അവർ വിശ്വസിക്കുന്നതല്ല. ഇതൊക്കെ കഴിഞ്ഞ സമൂഹത്തിന് കൊടുത്ത അള്ളാഹുവിന്റെ ശിക്ഷയാണെങ്കിൽ ഈ സമൂഹത്തിൽ നമുക്ക് വന്ന ശിക്ഷ എന്താണ്? നമ്മളോട് പലിശയെ തൊടരുത്. പലിശ അള്ളാഹു സുബ്ഹാനഹു തആല വിരോധിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ആളുകളുണ്ട് പലിശയിൽ പോയിട്ട് കൈവച്ചവര്. പിന്നീട് അവര് കിടന്ന് കരയും, അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടൊക്കെ. പക്ഷെ അത് സ്വയം അവർ ഏറ്റെടുത്ത തിന്മയല്ലേ. അവരത് അനുഭവിക്കാൻ ആ ഒരു ബാധ്യസ്ഥരല്ലേ അത്. കാരണം ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം അവർ ചെയ്താല് അതിനുള്ള ശിക്ഷ അവരിലേക്ക് വരും. വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെ കൂടെ സംസാരിക്കാൻ പോലും പാടില്ല എന്നാണ്. എന്നിട്ടും വ്യഭിചാരത്തില് മുഴുകിയവരാണ് നമ്മളെ സമൂഹം അല്ലെ. നമ്മള് പിന്നെ കാണുന്നതായാലും, കണ്ണുകൊണ്ട് കാണുന്നതായാലും, ടിവിയിൽ കാണുന്നതായാലും, നമ്മുടെ മൊബൈൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുക ഒക്കെ വ്യഭിചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നിട്ട് അതിലൊക്കെ മുഴുകും. എന്നിട്ട് മനസ്സ്
പ്രയാസപ്പെടും. എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്? നമ്മളോട് പോകരുത്, നമ്മളോട് അതിന്റെ അതിർവരമ്പിന്റെ അടുത്തേക്ക് പോലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ആ തിന്മ നമ്മുടെ ഉള്ളിൽ കയറിയത് കൊണ്ടാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്. നമ്മുടെ ശരീരഭാഗങ്ങൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തുകൊണ്ടും മറ്റുള്ളവരുടെ ശരീരഭാഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടും നമ്മൾ ആ തിന്മയുടെ ഭാഗമായി കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളില് മാനസികമായിട്ട് സമാധാനക്കുറവ്, നമുക്ക് പ്രയാസങ്ങള്, നമുക്ക് കുടുംബജീവിതങ്ങളിൽ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ നമ്മള് എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല, എന്നോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കുന്നില്ല, എന്നോട് എനിക്ക് എനിക്ക് പ്രയാസമാണ്, എനിക്ക് അതാണ് ഇതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം വരുത്തി വെച്ച പ്രശ്നത്തിന്റെ ഭാഗമായി കൊണ്ട് വരുന്ന പ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പ്രയാസവും നൽകിയിട്ടില്ല. നമ്മളാണ് സ്വയം ഏറ്റെടുത്തത്. ആ ഏറ്റെടുത്തതിന്റെ തിന്മ നിന്ന് വിട്ടുമാറിക്കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം വരും. അതിൽ നിന്നെല്ലാം വിട്ടുമാറി നമ്മൾ പാപമോചനം തേടുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും അള്ളാഹുവിന് നന്ദി കാണിക്കുകയും കീഴൊതുങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവനും തീരുകയും ചെയ്യും. ഓക്കെ, ഇതാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിനെ ബാധിച്ച തിന്മ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത്. എന്തിനാണ്? നമ്മളെ സിറാത്തുൽ മുസ്തഖയിൽ അമലാക്കി തരണം. നമ്മൾ ഫാത്തിഹ സൂറത്തിൽ പറഞ്ഞ ആ നന്മയുടെ നേരായ മാർഗത്തിലേക്ക്, അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് എന്നെ എത്തിച്ചു തരണം എന്ന് പറഞ്ഞ് അതിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് ഈ ഒരു ഉദാഹരണങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നത്. ഇവരെല്ലാവരും ചെയ്ത തിന്മ ഇതായിരുന്നു. അതുകൊണ്ട് എന്റെ അടിമകളെ, നിങ്ങൾ ഇങ്ങനത്തുള്ള തിന്മകൾ ചെയ്യാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിന്റെ ആ സ്നേഹത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലും വലുതായിട്ട് മറ്റൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ശരിക്കും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയേണ്ട രീതിയിൽ അറിയാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ തീരാത്തത്. ഒരുപാട് നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കുകയും നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ട് ഉത്തരം നൽകും. നമ്മള് എന്റെ റബ്ബേ എന്ന് നമ്മൾ നെഞ്ചു പൊട്ടി ഒന്ന് വിളിച്ചാലേ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നെഞ്ചു പൊട്ടാനും നമുക്ക് അറിയില്ല. നമ്മൾ തിന്മയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് ഞാൻ നല്ലതിലാണ്, ഞാൻ നല്ല നല്ല ഭയങ്കര ഉത്തമയാണ് എന്നുള്ള ഒരു അഹംഭാവത്തിന്റെ ചിന്തയാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ളത്. നമ്മളൊന്നും വിനയപ്പെട്ടിട്ടില്ല. വിനയപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, നമ്മൾ വിനയത്തോട് കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. അഹങ്കാരം ഉള്ളിൽ നിന്നിട്ടാണ് നമ്മൾ എല്ലാതും സംസാരിക്കുന്നത്. എന്റെ കുടുംബ മഹിമ, എന്റെ സ്വഭാവം, എന്റെ ജീവിത രീതി, എന്റെ ഇത്, അങ്ങനെയുള്ള അഹങ്കാരത്തിന്റെ ചിന്തയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ഇറങ്ങാത്തത്. ലഭിച്ചതിൽ നമ്മൾ അഹങ്കരിച്ച് നിൽക്കുകയാണ്. ലഭിക്കാത്തത് എത്രയോ ഉണ്ട്. നമുക്ക് ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ എത്രയോ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശഭൂമികളെ മുഴുവൻ അനുഗ്രഹിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ കിട്ടാനുണ്ട്. പക്ഷെ നമ്മൾ ലഭിച്ചത് തന്നെ നമുക്ക് എന്തോ ഒരു വലിയ, നമ്മളെന്തോ വലിയ ആളുകളായിക്കൊണ്ട് നമ്മൾ അഹങ്കാരം കാണിക്കുകയാണ്. നമ്മുടെ മക്കളെ കുറിച്ചിട്ടായാലും ഭർത്താവിനെ കുറിച്ചിട്ടായാലും സമ്പത്തിനെ കുറിച്ചിട്ടായാലും വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടായാലും ജോലിയെ കുറിച്ചിട്ടായാലും നമ്മളൊക്കെ അഹങ്കാരത്തിലാണ്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഇറങ്ങാത്തത്. നമ്മുടെ വിനയം കാണിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ആകാശഭൂമികളിലുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും നമുക്ക് ഇറക്കി തരുമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ അഹങ്കാരത്തിലായി കഴിഞ്ഞു. അപ്പൊ ഇനി കൂടുതൽ തന്നാൽ എന്ത് സംഭവിക്കും? അതായത് എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ ആയുധം കൊടുക്കൂല എന്ന് പറയും. എന്തുകൊണ്ടാണ്? എറിയാൻ അറിയുന്നവന് മറ്റുള്ളവരെ നശിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻക്ക് ആയുധം കൊടുത്താല് അവന് കൂടുതൽ ഭൂമിയിൽ നാശമുണ്ടാക്കും. അപ്പൊ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകാത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വിനയപ്പെടുകയും അള്ളാഹുവിന് കീഴൊതുങ്ങുകയും നമ്മൾ പാപമോചനം തേടുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും നന്ദി കാണിക്കുകയും ചെയ്താൽ ആകാശഭൂമികൾ മുഴുവനും തുറക്കപ്പെടും. നമ്മുടെ മുന്നിലേക്ക് അനുഗ്രഹങ്ങൾ മുഴുവനും ഇറക്കപ്പെടും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, എന്നിട്ട് അവർ ആ കരാർ ലംഘിച്ചതിനാലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചതിനാലും അന്യായമായി പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയതിനാലും തങ്ങളുടെ മനസ്സുകൾ അടഞ്ഞുകിടക്കുകയാണ് എന്ന് അവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. തന്നെയുമല്ല, അവരുടെ സത്യനിഷേധം കാരണമായി അള്ളാഹു അവരുടെ മനസ്സുകളുടെ മേൽ മുദ്ര കുത്തിയിരിക്കുകയെന്നാണ്. അതിനാൽ ചുരുക്കത്തിലല്ലാതെ അവർ വിശ്വസിക്കുകയില്ല. അവരുടെ സത്യനിഷേധം കാരണമായി മറിയമിന്റെ പേരിൽ അവർ ഗുരുതരമായ അപവാദം പറഞ്ഞതിനാലും അള്ളാഹുവിന്റെ ദൂതനായി മറിയമിന്റെ മകൻ ഈ മസീസയെ തങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷേ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത്. തീർച്ചയായും അള്ളാഹുവിന്റെ
തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈസയുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നത്. ഊഹാപോഹത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് എക്കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ അള്ളാഹു അങ്കലേക്ക് ഉയർത്തുകയത്രേ ചെയ്തത്. അള്ളാഹു പ്രതാപവാനിയും മുക്തിമാനുമാകുന്നു. ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയതാണ് എന്നുള്ളത് അറിയിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിറാജ് രാവിലെ പോയപ്പോൾ ഈസാ അലൈഹി ഇസ്ലാമിനെ ആകാശത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. ഭൂമിയിൽ ഈസാ അലൈഹി ഇസ്ലാമിനെ കൊലപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈസാ അലൈഹി ഇസ്ലാമിനെ കൊലപ്പെടുത്തുന്നതിന് പകരം അവര് കൊലപ്പെടുത്തിയത് അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ഈസാ അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള ഒരാളെയായിരുന്നു എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത്. അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ അതും മനസ്സിലാക്കണം. നമ്മളെ മരണം എന്നുള്ളതല്ലാതെ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഒരു അത്ഭുതത്തിൽ പെട്ടതാണ് ഈസാ അലൈഹി ഇസ്ലാമിനെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി എന്നുള്ളത്. അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇനി അന്ത്യനാളില് നമ്മളെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയിൽ അദ്ദേഹം നീതിയോട് കൂടിയിട്ട് ഭൂമിയിൽ ഭരിക്കും എന്നുള്ളത് തഫ്സീറുകളിലുണ്ട്. അപ്പൊ അത് സംഭവിക്കാനുള്ള ഒരു കാര്യമായത് കൊണ്ട് തന്നെ അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആനില് പറയുന്നത്, ഫാത്തിഹ സൂറത്തിൽ പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിക്കുകയും ശപിക്കുകയും ചെയ്ത സമൂഹം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാത്തത് പറയുകയും ഊഹാപോഹങ്ങളെ പിന്തുടരുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോയി നമ്മൾ ഊഹാപോഹങ്ങൾ നടത്തരുത് എന്നുള്ളത് മനസ്സിലാക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വേദക്കാരിൽ ആരും തന്നെ അദ്ദേഹത്തിന് ഈസയുടെ മരണത്തിനു മുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായി ഉണ്ടാവുകയില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാകട്ടെ അദ്ദേഹം അവർക്കിടയിൽ സാക്ഷിയാവുകയും ചെയ്യും. അങ്ങനെ യഹൂദ മതം സ്വീകരിച്ചവരുടെ അക്രമം കാരണമായി അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന പല നല്ല വസ്തുക്കളെയും നാം അവർക്ക് നിഷിദ്ധമാക്കി. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ ധാരാളമായി തടഞ്ഞതുകൊണ്ടും പലിശ അവർക്ക് നിരോധിക്കപ്പെട്ടതായിട്ടും അവരത് വാങ്ങിയതുകൊണ്ടും ജനങ്ങളുടെ സ്വത്തുക്കൾ അവർ അന്യായമായി തിന്നതുകൊണ്ടും കൂടിയാണ് അത് നിഷിദ്ധമാക്കപ്പെട്ടത്. അവരിൽ നിന്നുള്ള സത്യനിഷേധികൾക്ക് നാം വേദനയേറെ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്ന് അടിയുറച്ച അറിവുള്ളവരും സത്യവിശ്വാസികളുമായിട്ടുള്ളവർക്ക് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും മുമ്പ് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു. നമസ്കാരം ഉറപ്പയിലും നിർവഹിക്കുന്നവരും സകാത്ത് നൽകുന്നവരും അള്ളാഹുലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരും അത്രേ അവർ. അങ്ങനെയുള്ളവർക്ക് നാം മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. നബിയെ നൂഹിനും അദ്ദേഹത്തിന് ശേഷമുള്ള പ്രവാചകന്മാർക്കും നാം സന്ദേശം നൽകിയതുപോലെ തന്നെ നിനക്കും നാം സന്ദേശം നൽകിയിരിക്കുന്നു. ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് സന്തതികൾ, ഈസ, അയ്യൂബ്, യൂനുസ്, ഹാറൂൻ, സുലൈമാൻ എന്നിവർക്കും നാം സന്ദേശം നൽകിയിരിക്കുന്നു. ദാവൂദിന് നാം സബൂർ സങ്കീർത്തനം നൽകി. ഇത് പിന്നെ നമ്മുടെ പ്രവാചക പരമ്പരയാണ് ഈ പറയുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം, അതിനുശേഷം ഇസ്മായിൽ അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം, രണ്ട് മക്കള്. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തില് യാക്കൂബ് അലൈഹി ഇസ്ലാം, യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സന്തതികൾ 12 സന്തതികൾ. ഈസ അലൈഹി ഇസ്ലാം, അയ്യൂബ് അലൈഹി ഇസ്ലാം, യൂനുസ് അലൈഹി ഇസ്ലാം, ഹാറൂൺ അലൈഹി ഇസ്ലാം, സുലൈമാൻ അലൈഹി ഇസ്ലാം, ദാവൂദ് അലൈഹി ഇസ്ലാം, ഇവരൊക്കെ അവരുടെ സന്തതി പരമ്പരകൾ വന്നാണ്. എന്നാൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരയിൽ ഒരൊറ്റ നബിയെ വന്നിട്ടുള്ളൂ. അത് നമ്മുടെ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അപ്പൊ ഇത്രയും ഈ ഒരു സമൂഹത്തിന്റെ ഈ ഒരു പരമ്പരയാണ് നമ്മുടെ പിൻഗാമികൾ എന്ന് പറയുന്നത്. അവർക്ക് സംഭവിച്ച തിന്മകളും അതുകൊണ്ട് അവര് നേടിയെടുത്ത അവർ സ്വയം നഫ്സ് കൊണ്ട് തന്നെ നേടിയെടുത്ത തിന്മയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അതിനുശേഷം 164 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിനക്കും നാം മുമ്പ് അവതരിപ്പിച്ച് തന്നിട്ടുള്ള ദൂതന്മാരെയും നിനക്ക് നാം അവതരിപ്പിച്ച് തന്നിട്ടില്ലാത്ത ദൂതന്മാരെയും നാം നിയോഗിക്കുകയുണ്ടായി. മൂസയോട് അള്ളാഹു നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. സന്തോഷവാർത്ത അറിയിക്കുന്നവരും സാക്കീത് നൽകുന്നവരും ദൂതനുമായിരുന്നു അവർ. ആ ദൂതന്മാർക്ക് ശേഷം ജനങ്ങൾക്ക് ഈ അള്ളാഹുവിനെതിരിൽ ഒരു ന്യായവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണത്. അള്ളാഹു പ്രതാപിയും ബുദ്ധിമാനുമാകുന്നു. എന്നാൽ അള്ളാഹു നിനക്ക് അവതരിപ്പിച്ച് തന്നതിന്റെ കാര്യത്തിൽ അവർ തന്നെ സാക്ഷ്യം വഹിക്കുന്നു. അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവനത് അവതരിപ്പിച്ചിട്ടുള്ളത്. മലക്കുകളും അതിന് സാക്ഷ്യം വഹിക്കുന്നു. സാക്ഷിയായി അള്ളാഹു മതി. അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്തവർ തീർച്ചയായും ബഹുദൂരം പിഴച്ചു പോയിരിക്കുന്നു. അവിശ്വസിക്കുകയും അന്യായം പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുന്നതല്ല. നരകത്തിന്റെ മാർഗത്തിലേക്കല്ലാതെ മറ്റൊരു മാർഗത്തിലേക്കും അവർ അവനെ നയിക്കുന്നതുമല്ല. എന്നേക്കുമായി അവരതിൽ സ്ഥിരവാസികളായിരിക്കും. അള്ളാഹുവിന് അത് എളുപ്പമുള്ള കാര്യമാകുന്നു. ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യവുമായി നിങ്ങളുടെ അടുക്കൽ ഇത് റസൂൽ വന്നിരിക്കുന്നു. ആയതിനാൽ നിങ്ങളുടെ നന്മക്കായി നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിലോ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്ന് നിങ്ങൾ ഓർത്തു കൊള്ളുക. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. വേദക്കാരെ, നിങ്ങൾ മതകാര്യത്തിൽ അതിര് കവിയരുത്. അള്ളാഹുവിന്റെ പേരിൽ വാസ്തവമല്ലാതെ നിങ്ങൾ പറയുകയും ചെയ്യരുത്. മറിയമിന്റെ മകനായ മസീഹ് ഈസ അള്ളാഹുവിന്റെ ദൂതനും മറിയമിലേക്ക് അവൻ ഇട്ടുകൊടുത്ത അവന്റെ വചനവും അവങ്കിൽ നിന്നുള്ള ഒരു ആത്മാവും മാത്രമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുലും അവന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുക. ത്രയത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത്. ത്രയത്വം എന്ന് പറഞ്ഞിട്ട് 3 എന്നുള്ള
ഇന്ന് വാക്ക് നിങ്ങൾ പറയരുത്, നിങ്ങൾക്ക് നിങ്ങളുടെ നന്മക്കായി നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കുക. അള്ളാഹു ഏകദൈ ആരാധ്യൻ മാത്രമാകുന്നു. തനിക്ക് സന്താനം ഉണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനത്രേ. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതെല്ലാം അവന്റേതാകുന്നു. കൈകാര്യകർത്താവായ അള്ളാഹു തന്നെ മതി. അള്ളാഹുവിന്റെ അടിമയായിരിക്കുന്നതിൽ മസിയെ ഒരിക്കലും വൈമനസ്യം കാണിക്കുന്നതല്ല. അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകളും വൈമനസ്യം കാണിക്കുന്നതല്ല. അവന് അള്ളാഹു ആരാധിക്കുന്നതിൽ ആർ വൈമനസ്യം കാണിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തുവോ അവരെ മുഴുവൻ അവൻ തന്റെ അടുക്കിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നതാണ്. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതാരോ അവരുടെ പ്രതിഫലം അവർക്ക് നിറവേറ്റി കൊടുക്കുന്നതും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് കൂടുതലായി അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ്. എന്നാൽ വൈമനസ്യം കാണിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തവരാരോ അവർക്ക് വേദനയേറെ ശിക്ഷ നൽകുന്നതാണ്. അള്ളാഹുവെ കൂടാതെ തങ്ങൾക്ക് ഒറ്റ മിത്രത്തെയും സഹായിയെയും അവർ കണ്ടെത്തുകയില്ല. മനുഷ്യരെ, നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ന്യായപ്രമാണം വന്നു കിട്ടിയിരിക്കുന്നു. വ്യക്തമായ ഒരു പ്രകാശം നാം ഇതാ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ് 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 റബ്ബിൽ ആലമീൻ. ربنا تقبل منا انك انت السميع العليم وتوب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. رب ارحمنا كما ربياني صغيرا رب ارحمنا كما ربياني صغيرا رب ارحمنا كما ربياني صغيرا. الحمد لله. 175 ആയത്ത് 76 ആയത്ത് കൂടി ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് ആർ അള്ളാഹുൽ വിശ്വസിക്കുകയും അവനെ മുറുകെ പിടിക്കുകയും ചെയ്തുവോ അവരെ തന്റെ കാരുണ്യത്തിലും അനുഗ്രഹത്തിലും അവൻ പ്രവേശിപ്പിക്കുന്നതാണ്. അവങ്കിലേക്ക് അവരെ നിർവഴിയിലൂടെ അവൻ നയിക്കുന്നതുമാണ്. നബിയെ, അവർ നിന്നോട് മതവിധി അന്വേഷിക്കുന്നു. പറയുക, കലാലത്തിന്റെ പ്രശ്നത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഇതാ മതവിധി പറഞ്ഞു തരുന്നു. അതായത്, ഒരാൾ മരിച്ചു, അയാൾക്ക് സന്താനമില്ല, ഒരു സഹോദരിയുണ്ട് എങ്കിൽ അയാൾ വിട്ടേച്ചു പോയതിന്റെ പകുതി അവൾക്കുള്ളതാണ്. ഇനി സഹോദരി മരിക്കുകയും അവൾക്ക് സന്താനമില്ലാതിരിക്കുകയുമാണെങ്കിൽ സഹോദരൻ അവളുടെ പൂർണ്ണ അവകാശിയായിരിക്കും. ഇനി 2 സഹോദരികളാണുള്ളതെങ്കിൽ അവൻ സഹോദരൻ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 2/3 ഭാഗം അവർക്കുള്ളതാണ്. ഇനി സഹോദരന്മാരും സഹോദരിമാരും കൂടിയാണുള്ളതെങ്കിൽ ആണിന് 2, പെണ്ണിന്റെ ഇതിന് തുല്യമായ ഓഹരിയാണുള്ളത്. നിങ്ങൾ പിഴച്ചു പോകുമെന്ന് കരുതി അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുന്നു. അള്ളാഹു ഏതു കാര്യത്തെ പറ്റിയും അറിവുള്ളവനാകുന്നു. അൽഹംദുലില്ലാഹ്. ഈ ഭാഗം കലാലത്തിന്റെ ആയത്ത് എന്ന് പറയുന്നത് സ്വത്ത് ഭാഗം വെക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. അതായത്, മക്കളില്ലാതെ പോകുമ്പം എങ്ങനെയാണ് സ്വത്ത് ഭാഗം വെക്കേണ്ടത് എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്. ഈ ഭാഗം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഭാഗമാണ്. കാരണം സ്വത്ത് എങ്ങനെ ഭാഗം വെക്കേണ്ടതെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് സമ്പത്തിനെ പകുതിയാക്കണം. പകുതിയാക്കുമ്പോൾ ആ പകുതി ആണ് പുരുഷനുള്ളത്. ഓക്കെ. എന്നിട്ട് അതിന്റെ ബാക്കി പകുതിയിൽ നിന്നാണ് സ്ത്രീകൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഭാഗം വെക്കുന്ന രീതി ശരിക്കും നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ട ഭാഗമാണ്. അൽഹംദുലില്ലാഹ്. അത് ഏറ്റവും നല്ല ഒരു പഠനം തന്നെയായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. رب ارحمنا كما ربياني صغيرا رب ارحمنا كما ربياني صغيرا رب ارحمنا كما ربياني صغيرا. رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من لدنك ذرية طيبة انك سميع الدعاء. يا غني الله غنيني بفضلك من سواك ربي انزل منصر مبارك انت خير المنزلين. اللهم استر ولا تؤثر وتمم بالخير. اللهم لا سهل الا ما جعلته سهلا وانت تجعل الحسن اذا شئت سهلا. ربي انزل منزل مبارك انت خير المنزلين. اللهم استر ولا تؤثر وتمم بالخير. ربي اني لما انزلت لي من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من امرنا رشدا. ربي اشرح لي صدري ويسر لي امري. آمين يا رب العالمين. سبحان الله الحمد لله لا إله إلا الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني وجبرني وارفعني وارزقني وعدني وعافني. آمين يا رب العالمين. يا رب العالمين يا رحمن الراحمين يا ذا الجلال الإكرام يا الله يا أحسن الصمد يا الله يا حي القيوم يا الله. അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരും. അള്ളാഹുയെ, നീ നിന്റെ ഖുർആനിലൂടെ ഞങ്ങൾക്ക് ഒളിവാക്കി തന്ന, ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ആ അള്ളാഹു നീ കോപിക്കുകയും ശപിക്കുകയും ചെയ്തവരുടെ മാർഗത്തിലല്ലാത്ത മാർഗം, അള്ളാഹു അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ സന്തതി പരമ്പരകളെയും ഞങ്ങളെ ഇണകളെയും ഞങ്ങളെ കഴിഞ്ഞുപോയ സമൂഹങ്ങളെ അള്ളാഹു നീ ഉൾപ്പെടുത്തി നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ നിന്നെ കൺപുളർക്കി കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുയെ, ഞങ്ങളെ പരീക്ഷണങ്ങളിൽ അള്ളാഹു നീ ഞങ്ങളെ വിജയിപ്പിച്ചു തരികയും അള്ളാഹുയെ നിന്റെ തൃപ്തിപ്പെട്ട നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നീ ആകാശ കവാടങ്ങൾ തുറന്നു തരികയും അള്ളാഹുയെ അതിലൂടെ അനുഗ്രഹങ്ങൾ ഇറക്കി തരികയും അള്ളാഹുയെ പാപമോചനം തേടിയവരുടെയും അള്ളാഹുയെ നിന്നോട് നന്ദി കാണിച്ചവരുടെയും മാർഗത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് അള്ളാഹുയെ നിന്റെ അനുഗ്രഹത്തെ ഇറക്കി തരികയും അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാനായ അള്ളാഹുയെ, ഞങ്ങളിൽ നിന്ന് കടന്നുപോയ ഞങ്ങളുടെ മുൻഗാമികൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണമേ. അള്ളാഹുയെ, ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നവർക്ക് അള്ളാഹുയെ നീ പുറത്ത് മാപ്പ് നൽകണമേ. ഞങ്ങളുടെ സന്തതി പരമ്പരകൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണമേ. അള്ളാഹുയെ റഹ്മാനായ അള്ളാഹുയെ,
ഞങ്ങൾക്ക് അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരികയും ലോകത്തും പരലോകത്തും വിജയം വെച്ച് നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ മല പോലെ വരുന്ന ആപത്തുകളും ഞങ്ങൾക്ക് നീ മഞ്ഞു പോലെ ആക്കി തരണമേ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസ് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുയെ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുക, ആയുസ് ആരോഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ലോകത്തും പരലോകത്തും നീ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളിൽ നിന്ന് അള്ളാഹു ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ ഏറ്റവും ഉത്തമമായ രീതിയിൽ പൂർത്തിയാക്കി തരും. അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ സഹോദരങ്ങൾക്ക് സന്തോഷം, സുഖവും, സമാധാനം, സംതൃപ്തി നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബജീവിതത്തിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കും അതേപോലെ അള്ളാഹുയെ നീ വീതിച്ച് നൽകണമേ. യാ റഹ്മാൻ അള്ളാഹുയെ ഞങ്ങളുടെ ഈ ഒരു സമൂഹത്തെ അള്ളാഹുയെ ഈ ഒരു കൂട്ടായ്മയെ അള്ളാഹുയെ നീ ഉന്നതമായ സ്വർഗത്തിന്റെ ഉന്നതിയിൽ അള്ളാഹുയെ നീ ഉത്തമവരായി അള്ളാഹുയെ നിയോഗിച്ചു തരണമേ. റഹ്മാൻ അള്ളാഹുയെ ഞങ്ങളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്നുണ്ട്, പ്രയാസങ്ങൾ നീക്കി തരണമേ. അള്ളാഹുയെ ഞങ്ങൾക്ക് നീ നേർവഴി നൽകുകയും അള്ളാഹുയെ അഹങ്കാരത്തിന്റെ അഹംഭാവത്തിന്റെയും മനസ്സുകളിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കുകയും വിനയത്തിനുള്ള നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ അള്ളാഹു യാദൽ ജലാലിക്രമായ അള്ളാഹുയും കയ്യുമായ അള്ളാഹുയെ അഹദും സമതുമായ അള്ളാഹുയെ ജോലി കൊണ്ടും പ്രയാസപ്പെടുന്നവരുടെ ജോലികളിൽ അള്ളാഹു നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഏറ്റവുമായ ഉന്നതമായ ജീവിതമാർഗങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു കച്ചവടങ്ങളിൽ നിന്ന് ബർക്കത്ത് നൽകണമേ. റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും ഉത്തമമായ ഉന്നതമായ കച്ചവട സ്ഥാപനങ്ങളായി നീ ഉയർത്തിത്തരണമേ. യാ റഹ്മാൻ അള്ളാഹുയെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ. യാ റഹ്മാൻ അള്ളാഹുയെ നിന്നിലേക്ക് മടങ്ങിയ ഞങ്ങൾ കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങൾ മുൻഗാമികൾ, ഞങ്ങളുടെ പൂർവികന്മാർ അവർക്ക് നീ പുറത്ത് മാപ്പ് നൽകുകയും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും നാളെ സ്വർഗത്തിൽ ഞങ്ങളോടൊപ്പം അള്ളാഹു അവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുയും നാളെ പരലോകത്ത് വെച്ച് വിചാരണ ചെയ്യുന്ന നാളിൽ അള്ളാഹുയെ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ. ഞങ്ങൾക്ക് പുറത്ത് നൽകണമേ. അള്ളാഹുയെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഞങ്ങൾക്ക് അള്ളാഹുയെ നീ ഏറ്റവും ഉത്തമമായ ഉന്നതമായ ദർജ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുയെ നാളെ പരലോകത്ത് വിചാരണയുടെ നാളിൽ അള്ളാഹുയെ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകുകയും ഞങ്ങളെ അള്ളാഹുയെ 70,000 ആളുകളിൽ അള്ളാഹുയെ നീ പാപമോചനം നൽകി അള്ളാഹുയെ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച 70,000 ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളെ സഹോദരങ്ങളെയും അള്ളാഹുയെയും ഞങ്ങളെ ഇണകളെയും അവരുടെ കുടുംബങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു ഞങ്ങളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. പലിശയിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും അള്ളാഹുയെ കാത്തുരക്ഷിക്കണമേ. ആമീൻ 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 برحمتك يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. ربي انزل منزل مبارك أنت خير المنزلين. يا فتاح الله افتح لي أبواب رحمتك. يا فتاح الله افتح لي أبواب رحمتك. يا فتاح الله افتح لي أبواب رحمتك. آمين 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 برحمتك يا أرحم الراحمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. آمين 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 برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين. اللهم صل وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله رب وعليكم السلام ورحمة الله. الحمد لله. جزاك الله. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് മുതൽ ഞാൻ ഈ ദുആയില് ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും
ആ 2 മിനിറ്റിൽ നിങ്ങൾ ദുആ ചെയ്തിട്ട് അവസാനിപ്പിക്കാട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഫ്സീൽ ഒന്ന് സ്പീഡ് കുറച്ചൊന്ന് കുറച്ചാല് സ്പീഡ് കുറച്ച് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് അവസാനിപ്പിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ലോങ് ഫ്ലോ തന്നെ ആയതുകൊണ്ടല്ലേ. അതുകൊണ്ടാണ്. നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആ ജ്യൂസ് ഓതിയ പറഞ്ഞ സമയത്തും ജ്യൂസ് പറഞ്ഞ സമയത്തൊന്നും അത് അവസാനിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പോകാറുണ്ടായിരുന്നു. അപ്പം ശരിയാണ്. ഇപ്രാവശ്യം കുറച്ച് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കറക്റ്റായിട്ട് ഏതാണോ ചില ദിവസങ്ങളിൽ സ്പീഡ് കൂടും, ചില ദിവസങ്ങളിൽ സ്പീഡ് കുറയും. കാരണം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടാകുമ്പോൾ സ്പീഡ് പോണതാണ്. ഓക്കെ. ടീച്ചർ നിങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് ഒരു വിഷമമുണ്ടോ നീ അത് എങ്ങനെ നമ്മൾക്ക് കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു പിന്നെ ഭയങ്കര ഒരു നമുക്ക് ശ്വാസം ഇങ്ങോട്ട് എടുക്കാൻ നിങ്ങൾക്ക് കഴിയണുണ്ടോ എന്താന്നുള്ളൊക്കെ അറിയേ ആ ഒരു അള്ളാഹു ആഫിയത്തിനെ തെറ്റേ ആമീൻ അൽഹംദുലില്ലാഹ് ഇന്നലെ ക്ലാസ് എല്ലാരും കേട്ടോ? ഇന്നലെ രാത്രിക്കത്തെ ക്ലാസ് ഏത് ഇന്നൊരു ക്ലാസ്സിലെ ഇന്നലെ എല്ലാരും ക്ലാസ് കേറിയിരുന്നോ ശരിക്കും രാത്രിക്കത്തെ? ഇന്നലെ രാത്രി ക്ലാസ് ഉണ്ടായിരുന്നില്ല 8:30 ഷിഫ സലീമിന്റെ. നല്ല ക്ലാസ് ആയിരുന്നു.